ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയുടെ പ്രാരംഭ സീസണിൽ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നിലവിലെ 2 റൗണ്ട് മത്സരങ്ങൾ 6 ടീമുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. പോയിന്റ് ടേബിളിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് കാലിക്കറ്റ് FC ആണ്. 2 റൗണ്ട് മത്സരങ്ങളിൽ നിന്നും 4 പോയിന്റ് ഉണ്ട്. മികച്ച ഗോൾ ശരാശരിയുടെ പിൻബലത്തിലാണ് അവർ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 2-ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം, 3-ാം സ്ഥാനത്തുള്ള കണ്ണൂർ ടീമുകൾക്കും നിലവിൽ 4 പോയിന്റ് ഉണ്ട്. പക്ഷേ മികച്ച ഗോൾ ശരാശരി കാലിക്കറ്റിനായതുകൊണ്ടാണ് അവർ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 4-ാം സ്ഥാനത്താണ് നിലവിൽ മലപ്പുറം FC. ആദ്യ മത്സരത്തിൽ ഫോർസ കൊച്ചിയെ ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ 2-ാം മത്സരം സ്വന്തം കാണികൾക്ക് മുമ്പിൽ അതിദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. കാലിക്കറ്റ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC യെ പരാജയപ്പെടുത്തിയിരുന്നത്. 4-ാം സ്ഥാനത്തുള്ള ഫോർസ കൊച്ചിയാണ്. 2 റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 1 പോയിന്റാണുള്ളത്. അവസാന സ്ഥാനത്തുള്ളത് തൃശൂർ മാജിക് ആണ്. കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടു. തൃശൂർ മാജിക്കും മലപ്പുറം FCയും തമ്മിലാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ അടുത്ത മത്സരം വരുന്നത്. സെപ്റ്റംബർ 20-നാണ് മത്സരം. ഇന്ത്യൻ സമയം രാത്രി 7:30 മലപ്പുറം FC സ്വന്തം കാണികൾക്ക് മുമ്പിലാണ് ഇനി വീണ്ടും ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ ദയനീയ പരാജയത്തിന് ശേഷം തൃശൂർ മാജിക്കിനെയാണ് അവർ നേരിടുന്നത്. തൃശൂർ മാജിക് FC ആവട്ടെ കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. എന്തായാലും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വരാനിരിക്കുന്ന മത്സരം ആവേശകരമായിരിക്കും. സെപ്റ്റംബർ 20-നാണ് മലപ്പുറം FC അതുപോലെ തൃശൂർ മാജിക് പോരാട്ടം വരുന്നത്. അതിദയനീയ പരാജയത്തിന് ശേഷം മലപ്പുറം FC തിരിച്ചു വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിനൊക്കെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിരവധി ആരാധകരായിരുന്നു എത്തിയിരുന്നത്. എല്ലാ ആരാധകർക്കും നിരാശ നൽകുന്ന ഒരു പ്രകടനമായിരുന്നു. ടീമുകൾ ശരിക്കും താരങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ശരിക്കും മലപ്പുറം FC ഒരു പരാജയത്തിന് കാരണമായത്. ആദ്യ മത്സരത്തിലെ മികച്ച വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ശരിക്കും കാലിക്കറ്റ് FC നേരിടാൻ എത്തിയിരുന്നത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC. എന്തായാലും മലപ്പുറം FCയും അതുപോലെ തൃശൂർ മാജിക് FCയും തമ്മിലാണ് ഇനി മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ അടുത്ത മത്സരം വരുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7:30. എന്തായാലും തൃശൂർ മാജിക്കിന് വിജയിക്കേണ്ടതുണ്ട്. ഇനി നിർണായക പോരാട്ടങ്ങളാണ്. അതുപോലെ തന്നെ മലപ്പുറം FCക്ക് കഴിഞ്ഞ പരാജയത്തിന് ശേഷം ഒരു മികച്ച വിജയം നേടി സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഒരു മികച്ച വിജയം നേടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. തൃശൂർ മാജിക്കും അതുപോലെ മലപ്പുറം FCയും തമ്മിലുള്ള പോരാട്ടം വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ.